ഈ ജാനുവരി മുതലാണല്ലോ നമ്മുടെ അയർലൻഡിൽ ഓട്ടോ എൻറോൾമെന്റ് പെൻഷൻ എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം വന്നത്. അതായത് എല്ലാ എംപ്ലോയീസിനും പെൻഷൻ മാൻഡേറ്ററി ആക്കിയത്. അപ്പോൾ നമുക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിന് ഒപ്റ്റോട്ട് ചെയ്യാനുള്ള ടൈം അവർ പറയുന്നത് 7 to 8 months ആണ്. അപ്പോൾ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത മിക്കവാറും എല്ലാവരുടെയും ഒപ്റ്റോട്ട് ചെയ്യാനുള്ള ടൈം ഈ ഓഗസ്റ്റ് 31 വരെ ആയിരിക്കും ആ വിൻഡോ ടൈം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ വേണോ വേണ്ടോ എന്നുള്ളത് പേഴ്സണൽ ചോയ്സ് ആണ്. അത് അതിനെക്കുറിച്ച് നന്നായിട്ട് തിങ്ക് ചെയ്തിട്ട് തന്നെ തീരുമാനിക്കുക. നമ്മൾ ഒപ്റ്റൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മുടെ എംപ്ലോയറുടെയും അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന സ്റ്റേറ്റ് കോൺട്രിബ്യൂഷനും അവിടെ തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്രയാണ് പോയേക്കുന്നത് ആ പൈസ നമുക്ക് ഈ ഒപ്റ്റൗട്ട് ചെയ്യുന്ന വഴിയായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമുക്ക് myfuturefund.i എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ കയറാം. എന്നിട്ട് നിങ്ങൾക്കുള്ള സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. myfuturefund.iയിൽ കയറുമ്പോൾ നമുക്ക് പാർട്ടിസിപ്പൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ്, യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. നമുക്ക് വരുന്ന സെക്യൂരിറ്റി കോഡും അയച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്ത് മാനേജ് ഫണ്ട് എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ പോകുമ്പോൾ നമുക്ക് ഒപ്റ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗൈഡ് ചെയ്യും. നമ്മളിപ്പോൾ വൺസ് ഒപ്റ്റ് ഔട്ട് ചെയ്താലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് വിത്തിൻ 2 years കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഓട്ടോ എൻറോൾഡ് ആകുന്ന കേട്ടോ. അപ്പോൾ എവരി 2 year കൂടുമ്പോൾ നമ്മൾ ഓട്ടോ എൻറോൾഡ് ആകും. എന്നിട്ട് വീണ്ടും 6 months കഴിഞ്ഞ് 7 or 8 months ആകുമ്പോഴാണ് നമുക്ക് വീണ്ടും ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറുമ്പോൾ കാണാൻ പറ്റും അവിടെ നമുക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മൾ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല. നമ്മുടെ കോൺട്രിബ്യൂഷനും സ്റ്റേറ്റ് കോൺട്രിബ്യൂഷനും എംപ്ലോയർ കോൺട്രിബ്യൂഷനും അവിടെ തന്നെ സ്റ്റേ ചെയ്യും.